മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഐബോർഡ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് നാവികസേനയുടെ തെരച്ചിൽ. ഉപകരണത്തിന്റെ നിരീക്ഷണ പരിധി 2.4 കിലോമീറ്ററാണ്. മണ്ണിൽ പുതഞ്ഞുപോയ വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിൽ കണ്ടെത്താനാകും. വെള്ളത്തിലും മഞ്ഞിലും 70 മീറ്റർ ആഴത്തിലും കണ്ടെത്താനാകും. സോണാർ സിഗ്നലിൽ ഭാരമേറിയ ലോഹവസ്തുക്കൾ കണ്ടെത്തുന്നതായിരിക്കും ഇന്ന് പരിശോധന നടക്കുക. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പുഴയുടെ എതിർവശത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ಗಾಡಿನ ಬಂತು ಹೋಗ അതേസമയം അർജുന്റെ രക്ഷാദൌത്യത്തിൽ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ അടിയന്തര വാദമുണ്ടാകും. കർണാടക ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുമെന്ന് ഹർജി നൽകിയ സുപ്രീം കോടതി അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അർജുനെ കണ്ടെത്താൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാൻ കോടതി നിർദ്ദേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. സ്വാഭാവികമായും ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് ഈ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസം പിന്നിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള റിസൾട്ടും വരാതെ നമ്മുടെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ പുലർത്തിപ്പോന്ന അനാസ്ഥയുടെ ഭാഗമായി അവര് ഒരു തരത്തിലുള്ള പുരോഗതിയും കാണാതെ ഈ ഒരു വലിയൊരു വാഹനവും ഒരു പറ്റം ആളുകളും, അർജുൻ മാത്രമല്ല അവിടെ മറ്റു വാഹനങ്ങളും ഒരു 3ഓളം കാറുകൾ 3ഓളം വ്യക്തികൾ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം ഇത്തരത്തിലൊരു അപകടശേഷം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉറച്ച ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ അർജുനെ സ്നേഹിക്കുന്ന അർജുന്റെ കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ഇപ്പോൾ കേരളമെമ്പാടും അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, അത്തരമൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പെറ്റീഷൻ ഞങ്ങൾ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞു. കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ അതിനകത്ത് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഈ കേസ് ഞങ്ങൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 മറ്റൊരു ബെഞ്ച് മുമ്പാകെ, ബാംഗ്ലൂർ ബെഞ്ച് മുമ്പാകെ കേസ് ലിസ്റ്റ് ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. അടിയന്തരമായി ഗൗരവമേറിയ വിഷയം എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഇത് പരിഗണിച്ച സമയത്ത് ഉണ്ടായ പ്രാഥമികമായുള്ള നിരീക്ഷണം. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്നലെ കേസ് വന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ചീഫ് ജസ്റ്റിസ് കോർട്ട് മുമ്പാകെ, കർണാടക ഹൈക്കോടതിയിലെ ബാംഗ്ലൂർ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുമ്പാകെയാണ് ഇന്ന് ഐറ്റം നമ്പർ 91 ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് മെൻഷൻ ചെയ്യും. രക്ഷാദൌത്യത്തിൽ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി സമർപ്പിച്ച സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്.